കഴിഞ്ഞു. പിന്നെന്താ? മാത്തച്ഛന് എന്നോടൊന്നും തോന്നരുത്. പഴയ റേറ്റിന് ലോഡ് കയറ്റണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആരോടാ പറഞ്ഞത്? കൃഷ്ണൻകുട്ടിച്ചേട്ടൻ. കൃഷ്ണൻകുട്ടിച്ചേട്ടൻ അവന്റെ തന്തയുടെ വകയല്ല ഈ മട. നിന്റെ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയതായിരിക്കും. നോക്കിക്കാ ലോഡ് കയറ്റടാ. കയറ്റാനല്ലടാ പറഞ്ഞത്. കയറ്റാനല്ലടാ പറഞ്ഞത്. ഇവിടെ നിന്നൊരു ചീള് മെറ്റല് ഇനി നീ കൊണ്ടുപോവില്ല. ഞാൻ വന്നത് മുതലാളി പറഞ്ഞിട്ടാണ്. ഈ കരിങ്കൽ കോറി കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഞാനാണ്. മെറ്റൽ എന്ത് വിലയ്ക്ക് കൊടുക്കണം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്, നിന്റെ മുതലാളിക്കല്ല. എന്റെ മുതലാളി മെറ്റലെടുത്തില്ലെങ്കിൽ മെറ്റലെടുക്കാൻ ഒരു പട്ടി ഇനി ഇവിടെ വരില്ല. പേടിപ്പിക്കല്ലേ, ഇവിടെ വേറെ മുതലാളിമാരുണ്ട്. അവരാരും ഇങ്ങോട്ട് വരുമെന്ന് നീ കരുതണ്ട. ആരും വരാതെ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകുന്ന സാധനമാണെങ്കിൽ അതങ്ങ് ചീഞ്ഞു പോക്കോട്ടെ. എന്നാൽ ഈ വിലക്ക് ഇനി മെറ്റലല്ല പോണം. കൊടുക്കരുത് അവന്. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? പോയി ജോലി ചെയ്യടാ. അല്ലാതെ അല്ലത്. എന്താ മാത്തച്ച? കൃഷ്ണൻകുട്ടി മെറ്റൽ തരുന്നില്ല. എന്താ കാരണം? ഇപ്പൊ തരുന്ന വിലക്ക് തരാൻ പറ്റില്ല എന്ന്. പെട്ടെന്നെന്താ അവനിങ്ങനെ ഒരു മാറ്റം? അവന്റെ അഹങ്കാരം അല്ല എന്ന് തോന്നാ. മുതലാളി തന്നെ വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ വന്ന് അവനുമായി സംസാരിക്കാം. ഒരു ലോഡ് 1 ഇഞ്ച് മെറ്റലിന് 200 രൂപയാണ് എല്ലാവരും വാങ്ങുന്നത്. എനിക്ക് മാത്രം 175 രൂപ. ഈ വിലയ്ക്ക് മെറ്റൽ തരാനാവില്ലെന്ന് മുതലാളിയോട് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ജോലിക്കാർക്കൊക്കെ കൂലി കൂടി. എനിക്ക് ലോഡ് ഒന്നിന് 200 രൂപ വെച്ച് കിട്ടണം. അതിലൊരു പൈസ കുറച്ച് ഞാൻ തരില്ല. ശരി മാത്തച്ച, എന്തോ? നീ ലോഡ് കയറ്റിക്കോ. അപ്പോ വിലയുടെ കാര്യം? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാണ്ട ലോഡ് കയറ്റേ. അവൻ മുതലാളിയെ വിളിച്ചോണ്ട് വന്നാൽ എന്റെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ പേടിക്കുമെന്നായിരിക്കും വിചാരം. പേടിക്കും പേടിക്കും. ഒഴുകി 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 ഒഴിക്കാൻ. മതി. നിനക്ക് വേണോ മുട്ട? മുട്ട മുട്ട വേണോ? മുട്ട 2 മുട്ട. എന്താടാ നീലണ്ട, നിനക്ക് മുട്ടയില്ലെങ്കി ചാര ഇറങ്ങത്തില്ലയോ? അല്ലേ ഈ ലൂപ്പും മുട്ടയും തമ്മിലുള്ള കോമ്പറ്റീഷൻ. അതെ അതെ, അങ്ങനെ പലതും ചേരും. അതെ അതെ, അത് ചേച്ചിക്കറിയാലോ. മതി, അതേ കുടിക്കണ്ട കൃഷ്ണൻകുട്ടി. ഇപ്പൊ തന്നെ നല്ല പിമ്പിരിയാ. അതെന്നാ പറച്ചില്ല ചേച്ചി? ഈ കണക്കിന് പോയാ ഷാപ്പ് കൂട്ടോ? എല്ലാരും കുടിക്കുന്ന പോലാണോ എനിക്കെന്റെ കൃഷ്ണൻകുട്ടി കുടിക്കുന്നത്? അല്ലേടാ? എന്തോ മനസ്സിലായ മനസ്സിലായ. പിടിക്കണ്ടൊക്കെ. ഈ കോലത്തിന് ഇനി വീട്ടിൽ പോകണ്ട, ഇവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ. ഇന്ന് നമുക്ക് 3 പേർക്കും കൂടി ഇവിടെ കിടക്കാം. ഇവനാ ആണ്. നീ ഇന്ന് പോണ്ട കൃഷ്ണൻകുട്ടി. നിനക്ക് വീട്ടിൽ ചെന്നിട്ട് ആരിയ്ക്കുന്നു? എനിക്ക് പോണം. ഇല്ല ഇല്ല ഇല്ല. നീ പോടാ. സൂക്ഷിച്ചു പോടേ കൃഷ്ണൻകുട്ടി. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കൂല, വിശപ്പില്ലാത്തവന് വാരിക്കോരി കൊടുക്കും. ഇതെന്തൊരു ലോകം! നീ പോടാ. പൂമാനം ഒന്നിരിക്കുന്നു. എറിഞ്ഞു വാട്ടാതടി, കയറി പറയടി. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീയൊന്നും ചെയ്തില്ല, ചെയ്യാത്തന്റെ കുഴപ്പാ. എന്താടാ ഇവിടെ?
അയ്യോ, ഞാൻ ഇവളോട് കുറച്ച് കുറുന്തോട്ടി കിട്ടുമെന്ന് ചോദിച്ചാണ്. ആർക്കാടാ കുറുന്തോട്ടി? നിന്റെ അമ്മയ്ക്ക് വെള്ളം കാച്ചാനോ? എന്ത് കാച്ചാനും അമ്മ സമ്മതിക്കൂലല്ലോ. ഇങ്ങനെ ഒരു വൃത്തിയായിട്ട തള്ള. എടി പറഞ്ഞേ, ചില്ലടിക്കാൻ വരുന്നൊക്കെ കൊള്ളാം. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ ചെറുക്കനെ വളച്ചെടുക്കാൻ നോക്കരുത്. എട്ടും പൊട്ടും തിരിയാത്ത പയ്യനാണ് പോലും. ഇവിടെ കാട്ടിക്കൂടുന്നൊക്കെ പറയട്ടെ. ഓടുന്നു. എന്താണ് നീതാണ്ട ഒന്നുമില്ല, എന്റെ കണ്ണട എവിടെയോ പോയി. കുട്ടി എന്തി അതേ നിൽക്കുന്നേ. അതേത് കുട്ടിക്ക്? കൃഷ്ണൻകുട്ടി ഇങ്ങ് വന്നേ. നിന്നോടൊരു കാര്യം പറയാനാ ഞാൻ എന്താ? വന്നത്. നിനക്ക് വയസ്സ് എത്രയായിന്നാ നിന്റെ വിചാരം? ഞാൻ കണക്കെടുത്തിട്ടില്ല. ചൊല്ലിലും ചോവിലും മറുപടി പറയടാ. കാര്യം എന്താന്ന് പറ. നിനക്ക് പറ്റിയ ഒരു പെണ്ണൊരിടത്തുണ്ട്. എന്തിനാ? പെണ്ണെന്തിനാ? കെട്ടാൻ. കെട്ടാൻ എനിക്ക് ആരാ പെണ്ണ് വരുന്നത്? നിനക്ക് എന്താടാ ഒരു കുറവ്? നീ ആണല്ലേ. നമുക്ക് നാളെ അക്കരെ വരെ ഒന്ന് പോണം. നിനക്ക് ചേർന്ന പെണ്ണ, നല്ല അടക്കോ ഒതുക്കുള്ള പെണ്ണ്. എനിക്കിപ്പോ പെണ്ണൊന്നും കെട്ടണ്ട. അത് പറ്റില്ല. വയസ്സും പ്രായമൊക്കെ ആവുമ്പോ നമുക്ക് സഹായത്തിന് ഒരാൾ കൂടിയേ തീരൂ. കാശും പണം കൊണ്ട് അത് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല മോനെ. താലി കെട്ടിയ പെണ്ണിനെ അത് കഴിയൂ. ആ, നാളെ ഞായറാഴ്ചല്ലേ, രാവിലെ നമുക്ക് അക്കരയ്ക്ക് പോകാം. വേണമെങ്കിൽ നിനക്ക് പറയാനും കാണാനുള്ള ആരെയും കൂടി വിളിച്ചോ. ശരി. അമ്മോ, അതേ കൃഷ്ണൻകുട്ടി ചേട്ടൻ പെണ്ണേട്ടാ മോളെ. കൃഷ്ണൻകുട്ടി ചേട്ടൻ പെണ്ണ് അടിച്ചേ. നാളെ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ പെണ്ണ് കാണാൻ ഞാനും വരും. വേണ്ട. വെട്ടിരമ്പ് മീനാക്ഷിയെ കൊണ്ടുപോകാണെങ്കിൽ എന്നെ കൊണ്ടുപോകണം. വേണ്ട, നീ വരണ്ട. മീനാക്ഷിയെ പെണ്ണ് കാണാൻ കൊണ്ടുപോകുന്നത് നമുക്ക് ചീത്തപ്പേരാണ് ചേട്ടാ. അത് സാരമില്ല. അതല്ലേ ചേട്ടാ, വെട്ടിരിമ്പിനെയും കൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ ചെല്ലുമ്പോ പെണ്ണിന്റെ അച്ഛനോ ആങ്ങളെയോ ആരെങ്കിലും വെട്ടിരിമ്പിന്റെ പറ്റുപടിക്കാരായിരുന്നാൽ കല്യാണം കലങ്ങും. ഞാൻ പെണ്ണ് കെട്ടണമെങ്കിൽ മീനാക്ഷി കണ്ട് ഉറപ്പിക്കണം. മീനാക്ഷിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ പെണ്ണ് കെട്ടൂ. എന്നാ ആയിക്കോ. പക്ഷെ കല്യാണം കലങ്ങരുത്. കല്യാണം കലങ്ങരുത് പറഞ്ഞേക്കാം. നടക്ക നടക്ക. എവിടെ? ഞാൻ വരണം. ഓ, ഞാൻ വരാം. അതിനെന്താ കുഴപ്പം? എന്നാൽ ആ വെട്ടിരുമ്പിനെ കൊണ്ടുപോകാതിരിക്കാനുള്ള ഓർത്തില്ല അല്ലേ? അവിടെ കൃഷ്ണോടിച്ചേട്ടത്തെ സൂക്ഷിക്കണം. പതുക്കെ പതുക്കെ പതുക്കെ. ഉമ്മറക്കോലയാണ്. തലമുട്ടും തലമുട്ട് പറഞ്ഞ എനിക്ക് ഉമ്മറക്കോലയെ എനിക്കറിയാം. എനിക്ക് ഉമ്മറക്കോലയെ അറിയാം. അതായത് സ്വാമിയെ എനിക്കറിയാം, എനിക്ക് സ്വാമിയെ അറിയാം. ഞങ്ങളത് കാണാൻ തുടങ്ങിയിട്ട് അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല. അന്നൊക്കെ അതായത് ഇവിടെ കിടന്ന് ഉറങ്ങിക്കളയരുത്. നാളെ അക്കരെ പെണ്ണ് കാണാൻ പോകേണ്ടതാണ്. എനിക്ക് തോന്നുന്നുണ്ട്. പെണ്ണല്ലേ? നീ രാവിലെ വന്നാ മതി. അതൊന്നും പ്രശ്നം. അപ്പൊ ഞാൻ പോട്ടെ. നാളെ പിടിക്കണം. രാത്രിയിൽ യാത്രയില്ല. ഗുഡ് നൈറ്റ്. നാളെ കൃത്യം 10 മണിക്ക് കുളിച്ച് റെഡിയായി ഞാനിവിടെ വരും. എന്റെ അമ്മ സത്യം, ഞാൻ പറഞ്ഞാൽ വാക്കാണ്. നാളെ കൃത്യം 10 മണിക്ക് ഇവിടെ വരും ഞാൻ.